ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻസി ടൈമിൽ തുടങ്ങിയൊരു പുതിയ ശീലത്തെക്കുറിച്ചാണ് കേട്ടോ. പുസ്തക വായന തീരെ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. വായിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊന്നും ഞാൻ ബുക്കേ വായിക്കലില്ല. ലൈബ്രറി കേട്ടോ, ഏറ്റവും കുറഞ്ഞ പേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ബുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ ബെഡ് റെസ്റ്റ് പറഞ്ഞ ടൈമിൽ വെറുതെ ടൈം കളഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ശീലം വേണ്ടതെന്ന് കരുതി തുടങ്ങിയതാണ്. അങ്ങനെ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്സൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വായിക്കൽ തുടങ്ങി. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ശീലമായി തോന്നിയിട്ടുണ്ട് എനിക്ക്. ആദ്യമൊക്കെ പറഞ്ഞാൽ ഞാൻ കട്ടില്ലാത്ത ബുക്ക് നോക്കി വായിച്ച ആളിപ്പോൾ എത്ര പേജ് അങ്ങനെയൊന്നും എൻ്റെ മൈൻഡിലേക്കേ വരാറില്ല. നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക പോസിറ്റീവ് എന്തൊക്കെയോ കിട്ടണ പോലെ തോന്നും. പിന്നെ ഈ ടൈമിലൊക്കെ വായിക്കാറാണ് കുട്ടികൾക്ക് നല്ലതാണ് എന്ന് കേൾക്കാറുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. പക്ഷേ അമ്മമാരെ മാനസികമായിട്ട് പോസിറ്റീവ് ചിന്ത കൊണ്ടുവരാൻ ബുക്കുകൾക്ക് കഴിയും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ എഴുതുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. കുറേ കാലം എഴുതാൻ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് മോശമാവുമല്ലോ. അപ്പോൾ ചില ബുക്കുകളിൽ നല്ലതൊക്കെ കാണുമ്പോൾ ഞാൻ വെറുതെ അതിൽ നോക്കി എഴുതി വയ്ക്കലുണ്ട്. അപ്പോൾ എഴുത്തും റെഡി ആയിക്കോളും. ഈ ഹാൻഡ് റൈറ്റിംഗ് മോശമായാലും ഭയങ്കര ഒരു ഇതല്ലേ. നമുക്കിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ കുറച്ച് എഴുതും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയണത് എന്താ വെച്ചാൽ വായനാശീലം എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങുക. അത് നല്ലൊരു കാര്യമാണ്. ഞാനിപ്പോഴാണ് തുടങ്ങിയത്, വളരെ നേരത്തെയായി അല്ലേ. എന്തായാലും ദിവസം ഇപ്പോൾ ഒരു ബുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഫുള്ള് വായിച്ച് തീർക്കുക അങ്ങനെയല്ല. ഒരു 2 പേജ് വായിക്കണം എന്നുള്ള മൈൻഡിൽ എടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ ആ 2 പേജ് കഴിഞ്ഞ് പിന്നെ അടുത്ത് വായിക്കണം. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വായിച്ചത്. ഇപ്പോൾ ഈ കാണുന്ന ബുക്കൊക്കെ അതിപ്പോൾ എൻ്റെ പാപ്പൻ്റെ മോൻ തന്നെ കേട്ടോ. ഇത് രണ്ടും ഞാൻ വായിച്ചിട്ടില്ല. അബി, പിന്നെ ഇതാ നെക്സ്റ്റ് ഇതാ ഈ ദ കോഫി ഡേറ്റ്, ഇത് രണ്ടെണ്ണം ഇനി വായിക്കാനുള്ളത്. മറ്റേ ബുക്സൊക്കെ ഞാൻ വായിച്ചതാണ്. ഈ നിംന വിജയിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അത് നല്ലൊരു കഥയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വായിച്ച ലേറ്റസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഞാൻ നിലവിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആൻറ്റി ക്ലോക്കാണ്. ഒരു VJ ജെയിംസ് പറഞ്ഞ ആളുടെ ബുക്കാണ്. കുഴപ്പമില്ലാത്തൊരു കഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വായനാശീലം ഉള്ളവരായി മാറുക.